ഗോവയിലെ ലാസ്റ്റ് ഡേ വ്ലോഗാണ് കേട്ടോ. രാവിലെ തന്നെ കുമ്പ നിറച്ച് കഴിച്ചിട്ട് പെട്ടി പ്രമാണം എടുത്ത് ഇറങ്ങുകയാണ്. കെട്ടിയവന് പോരണം തന്നെയല്ല, അതുകൊണ്ട് ഒരു കുത്തു കൊടുത്ത് ഓണാക്കിയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കാസിനോ സൈറ്റ് സീയിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് ഡോണാപോള വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിലോട്ട് പോവാതെ തന്നെ പുറത്തു നിന്ന് കാണുന്ന കാഴ്ചകൾ അതിഗംഭീരാണ്. അപ്പൊ ഉള്ളിൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ ചെന്നേം പാട് ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ എന്റെ ബാഗ് പോലും പിടിക്കാണ്ടാണ് തുള്ളിച്ചാടി നടന്നിരുന്നത്. നാട്ടിലാണെങ്കിൽ എന്റെ ബാഗ് പോയിട്ട് പേഴ്സ് പോലും കൈകൊണ്ട് തൊടാത്ത മനുഷ്യൻ എന്റെ ബാഗ് തൂക്കി നടക്കണ്. നാട് വിട്ടുള്ള അവസ്ഥ ഇതൊക്കെയാണ് ഗൈസ്. ഒരിക്കലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മുടെ മസിലും പിടിച്ച് ചിരിക്കാണ്ട് ബലം പിടിച്ചിരിക്കണ ചെങ്ങായിമാരെ കൊണ്ട് ഒരു ട്രിപ്പ് പോയേക്കണേ. വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ വിശ്വസനീയമായ ഒരു ട്രാവൽ ഏജൻസിയിൽ തന്നെ നമ്മൾ പാക്കേജ് സെലക്ട് ചെയ്യുക. നമ്മളെ അടുത്തേക്ക് മാതിരി സഞ്ചാരി ഗ്രാൻഡ് ട്രാവൽ കമ്പനി പോലെ ഒന്നും നോക്കണ്ട, നമുക്ക് ഇങ്ങനെ തുള്ളിച്ചാടി നടന്നാൽ മതി. ഓരോ സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോവാൻ വണ്ടി അവിടെ തന്നെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പറ്റുന്നത്ര എല്ലായിടത്തും നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്ത് ഇപ്പൊ വന്നിട്ടുള്ളത് ആർക്കോളജിക്കൽ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഗോവയിലെ ഓൾഡ് ചർച്ചുകളാണ്. അത്രയും പ്രധാനപ്പെട്ട ചർച്ചുകളാണ്. പുരാവസ്തുക്കൾ ഇഷ്ടംമാരി ഉണ്ടായിരുന്നു. ഈ ചർച്ചിലൊക്കെ ഞാൻ വേണ്ടുവോളം മുട്ടിപ്പ് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണേ, അതിനെന്നെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വീണ്ടും എന്നെ ഇങ്ങോട്ട് വരാൻ അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദിയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്നെല്ലാം ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എവിടെ പോയെന്നറിയോ? നമ്മൾ പോയത് മങ്കേഷി ടെമ്പിൾ ആണ്. അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ സായി സാഗർ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവറിന്റെ പേരും സാഗർ എന്നാണ്. ഞാൻ മുന്നത്തെ വ്ലോഗിൽ പറഞ്ഞെന്ന് തോന്നുന്നു, സാഗർ ഏലിയാസ് ജാക്കി. അപ്പൊ ആള് നമ്മളെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം മങ്കേഷി ടെമ്പിളിന്റെ എത്തുന്നതിന്റെ മുന്നേ ആയിട്ട് ഞങ്ങൾ കയ്യിൽ ടാറ്റു അടിച്ചു. അതും വളരെ ചെറിയ പൈസയ്ക്ക്. അതുകൊണ്ട് തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പോവുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ അമ്പലത്തിലൊക്കെ ചെന്നു, നമ്മൾ അവിടെ അർച്ചനയൊക്കെ ചെയ്തു. പക്ഷെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ മുണ്ടെടുക്കണം. ഇങ്ങേരാണെങ്കിൽ ട്രൗസർ അല്ലേ ഇട്ടുന്നത്. ട്രൗസറിന്റെ മേലെ ഒരു മുണ്ടെല്ലാം ചുറ്റി ഞാനും ഏട്ടനും പോയി പ്രാർത്ഥിച്ചു. ഗോവയിലെ ഏറ്റവും ലാസ്റ്റ് സ്പോട്ട് മങ്കേഷി ടെമ്പിൾ ആയിരുന്നു. കുറെ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു, കുറെ പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ മഡ്ഗോവ് റെയിൽവേ സ്റ്റേഷനിലേക്ക്, പിന്നെ നാട്ടിലോട്ട്. അപ്പൊ ഇത്രയും നല്ലൊരു ട്രിപ്പ് നമുക്ക് സമ്മാനിച്ചതിന് സഞ്ചാരി ഗ്രാൻഡ് ട്രാവൽ കമ്പനിയോട് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. സേഫായി ഹാപ്പിയായി ഇതുപോലെയുള്ള ട്രിപ്പുകളൊക്കെ പോകണമെങ്കിൽ സഞ്ചാരി ഗ്രാൻഡ് ട്രാവൽ കമ്പനിയുമായിട്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക.